ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബദാം ഗീർ എന്ന് പറഞ്ഞൊരു കുടിക്കാനാണ്. സാധാരണ നമ്മൾക്ക് നോമ്പിന് തരിക്കഞ്ഞി, കസ്കസ്, ഇളനീർ ഇതെല്ലാം കുടിക്കുന്നത്. ഇതൊരു ഒരു വ്യത്യസ്തമായ ഒരു വിഭവം. ഇത് ബദാം നേരത്തെ കുതിർത്തി വെച്ച് അരച്ച് വെച്ചതാണ്. ഇനി ഇതൊരു പ്രാവശ്യം കൂടി നല്ല മയത്തിൽ അരയണം. ഇത് അരഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കുടിക്കുമ്പോൾ വായിന്നിങ്ങനെ തരി വരും. അതുകൊണ്ട് നന്നായിട്ട് ഒരു പ്രാവശ്യം കൂടി അരച്ച് ബാക്കി പാലുണ്ട് കുറച്ചും കൂടെ, അതും കൂടി ചേർത്ത് ഒരു പ്രാവശ്യം കൂടി അരക്കുക. ഇനി ഇതൊന്ന് അരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് തണുത്ത പാൽ ഒഴിക്കണം. ആദ്യം ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുക. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. 2 ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാവും, 2-ലധികം ഉണ്ടാവും. അപ്പോൾ ഒരു 4-5 സ്പൂൺ പഞ്ചസാര ചേർക്കുക. അതിൽ കണ്ടൻസ് മിൽക്കൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡ്രിങ്കാണ്. ഇനി ഇതിലേക്ക് കുങ്കുമപ്പൂ, ഒരു നുള്ളു മതി കുങ്കുമപ്പൂ. ബദാം എസൻസ് കുറച്ച്. ഇത് ഒന്ന് ബദാം എസൻസ്, ഒന്ന് സാഫ്രോൺ എസൻസ്. ആ സാഫ്രോൺ എസൻസ് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി. ഇനി റോസ് എസൻസ് അല്ലെങ്കിൽ റോസ് വാട്ടർ. രണ്ട് തുള്ളി റോസ് വാട്ടർ. അല്പസമയം കൂടെ അടിച്ച് വീണ്ടും ഇനി ഒരു ഗ്ലാസ് പാൽ കൂടെ ചേർക്കണം. ആദ്യം ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു, വീണ്ടും ഒരു ഗ്ലാസ് കൂടെ പാൽ. ഈ ഗ്ലാസ് ആദ്യം ഫ്രീസറിൽ വെച്ചിട്ട് നല്ല തണുപ്പിക്കണം. തണുപ്പിച്ച് അപ്പം പാരുന്നാൽ കുറച്ച് തണുപ്പ് നിൽക്കും, കുറച്ച് കാണാനുള്ള ഭംഗി ഉണ്ടാവും. അത് അതിന് ഇതിലേക്ക് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. കുട്ടികൾക്കും ആവാം, പ്രായമുള്ളവർക്കാവാം, എല്ലാവർക്കും ആവാം. ഈ ബദാം മേലെ ഇതിലൊരു ഗാർണിഷിങ്. ബദാം ഗീർ റെഡി. ഈ പ്രാവശ്യത്തെ നോമ്പിന് എല്ലാവരും ഓരോ ഗ്ലാസ് ബദാം ഗീർ ഉണ്ടാക്കി കഴിക്കുക.